നമസ്തേ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ശലഭാസനം. കമിഴ്ന്ന് കിടന്നുകൊണ്ട് ചെയ്യുന്ന ഒരു യോഗാസനമാണിത്. അപ്പോൾ ആദ്യം ചെയ്യാം, പിന്നെ പറഞ്ഞുകൊണ്ട് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ ഗുണവും അത് ചെയ്യാൻ പാടില്ലാത്തത് ആരൊക്കെയെന്ന് പിന്നീട് പറയാം. അപ്പോൾ ആദ്യം കണ്ടു നോക്കാം. കമിഴ്ന്ന് കിടന്ന് ചെയ്യേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ ചെയ്യുന്ന രീതി ഒന്ന് പറയാം. നമ്മൾ കമിഴ്ന്ന് കിടക്കുന്നു. നേരെ കിടക്കണം. കിടന്നതിന് ശേഷം കൈകൾ നമ്മുടെ ശരീരത്തിൻ്റെ രണ്ട് ഭാഗത്തേക്ക് കൊണ്ടുവരിക. പിന്നീട് ശ്വാസം എടുത്തുകൊണ്ട് നമ്മുടെ കീഴ്ത്താടി തറയിൽ വെക്കുക. കൈകൾക്ക് ബലം കൊടുത്തുകൊണ്ട് നമ്മുടെ അരക്കെട്ടിന് താഴോട്ടുള്ള ഭാഗം കാൽമുട്ടും മടങ്ങാതെ ഉയർത്തുക. തുടക്കക്കാർക്ക് അധികമൊന്നും ഉയർത്താൻ സാധിച്ചു വരില്ല. അപ്പോൾ എത്രത്തോളം നമുക്ക് കാലിനെ ചേർത്ത് വെച്ചുകൊണ്ട് ഉയർത്താൻ പറ്റുമോ അത്രയും ഉയർത്തി സാധാരണ ശ്വാസോച്ഛ്വാസം ചെയ്തുകൊണ്ട് എത്ര സമയം നമുക്ക് ആ പോസ്റ്ററിൽ നിൽക്കാൻ പറ്റുമോ അത്രയും കാര്യങ്ങൾ ചെയ്യാം. പിന്നീട് കാലുകൾ താഴ്ത്തി വെച്ച് പഴയ രീതിയിലേക്ക് വന്നിട്ട് നമ്മൾ വിശ്രമാസനത്തിൽ കിടക്കുക. ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് ചെയ്യാം. ആ സമയത്ത് ഒന്നുകൂടെ നന്നായി ശ്രദ്ധിക്കുക. പിന്നീട് അതിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ച് പറയാം. നമ്മൾ കമിഴ്ന്ന് കിടക്കുന്നു. കമിഴ്ന്ന് കിടന്നതിന് ശേഷം കീഴ്ത്താടി തറയിൽ വെച്ചു. കൈകൾ രണ്ടും ശരീരത്തോട് ചേർത്ത് വശങ്ങളിൽ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ കൈപ്പത്തി ഭൂമിയിൽ പതിഞ്ഞിരിക്കണം. തുടർന്ന് നമ്മൾ നമ്മുടെ കാൽ ഉയർത്തുകയാണ് ചെയ്യുന്നത്. കാൽമുട്ട് മടങ്ങരുത്. കയ്യിൽ നമുക്ക് ശരീരത്തിന് ബലം കൊടുക്കാം. ഇവിടുന്ന് സാധാരണ ശ്വാസോച്ഛ്വാസം. കൂടുതൽ സമയം നിൽക്കാൻ സാധിച്ചൊന്നും വരില്ല. പഴയ സ്ഥിതിയിലേക്ക് വന്നു. വിറയൽ അനുഭവപ്പെടുകയാണെങ്കിൽ അവിടെ നിർത്തിയിട്ട് നമ്മൾ പഴയ സ്ഥിതിയിലേക്ക് വന്ന് വിശ്രമാസനത്തിൽ അല്പസമയം കിടക്കുക. ഇത്ര ചെയ്യാനുള്ളൂ. മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ഇനി ഇത് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. നമ്മുടെ ആന്തരിക അവയവങ്ങൾ, അതായത് കരൾ, വൃക്ക, പാൻക്രിയാസ് എന്നിവയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കാൻ ഈ യോഗാസനം കൊണ്ട് സാധിക്കും. കൈകളിലേക്കുള്ള രക്തഓട്ടം വർദ്ധിക്കും. കൈകളുടെ ശക്തി വർദ്ധിക്കും. കൂടാതെ ഇടുപ്പിനുണ്ടാകുന്ന സന്ധിവാതം, അതുപോലെ തന്നെ നമുക്ക് ഈ കാലിൻ്റെ മസിലിനുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, ഇവയെ ദൂരീകരിക്കാൻ സാധിക്കും. കൂടാതെ നമ്മുടെ അരക്കെട്ട്, പുറത്തെ പേശികൾക്കെല്ലാം ഈ യോഗാസനം ശക്തി നൽകും. അതാണ് ഇതിൻ്റെ ഗുണങ്ങൾ. ദോഷമെന്ന് പറയാൻ മറ്റു ദോഷങ്ങളൊന്നുമില്ല. ഗർഭിണികൾ ഈ യോഗാസനം ചെയ്യരുത് എന്ന് മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഈ ശലഭാസനം
തുടക്കക്കാർക്ക് അധിക കൗണ്ട് ചെയ്യാൻ പറ്റില്ല, കുറേ നേരം നിൽക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ തുടർച്ചയായിട്ട് കുറേ നേരം ചെയ്യുമ്പം കാല് പൊങ്ങുന്നതിൻ്റെ ഉയർച്ച കുറയും. അപ്പോൾ തുടക്കക്കാർ 2 3 പ്രാവശ്യം ചെയ്യുക. പിന്നീട് അത് നമ്മൾ പരമാവധി എണ്ണം കൂട്ടിക്കൊണ്ടുവരിക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കാൽ മുട്ട് മടങ്ങാൻ പാടില്ല, പരമാവധി കാല് പൊങ്ങണം എന്നുള്ളത് ശ്രദ്ധിക്കണം. പിന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ, നമ്മൾ യോഗാസനം, ഏത് യോഗാസനമാണെങ്കിലും ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ശിഥിലീകരണ വ്യായാമം തീർച്ചയായും ചെയ്തിരിക്കണം. നമ്മുടെ ശരീരത്തിലെ എല്ലാ സന്ധികളെയും അതിന് പാകപ്പെടുത്തി കൊണ്ടുവരണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ന് പുതിയൊരു പ്രാണായാമം പരിചയപ്പെടുത്തുകയാണ്. ഭസ്ത്രിക പ്രാണായാമം എന്നാണ് അതിൻ്റെ പേര്. നമുക്ക് ഇരിക്കാൻ കംഫർട്ടായിട്ട്, അത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, സുഖമായിട്ട് ഇരിക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്നത് വജ്രാസനത്തിലാണ്. ഇനി നമുക്ക് സുഖാസനത്തിലിരിക്കാം. സാധാരണ ചമ്രം മടഞ്ഞിരിക്കുക എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ഇനി പദ്മാസനത്തിലിരിക്കാൻ പറ്റുന്ന ആൾക്കാർ അത് സുഖമായിട്ട് ഇരിക്കണം, എന്നിട്ട് വേണം ചെയ്യാൻ. ഇപ്പോൾ പ്രാണായാമത്തിൻ്റെ പ്രത്യേകത അറിയാം. നമ്മുടെ ശരീരത്തിലെ വായുവിൻ്റെ അളവിനെ ക്രമീകരിക്കാൻ, അതുപോലെ ശ്വാസകോശത്തിൻ്റെ, ശ്വാസനാളത്തിൻ്റെ ഒക്കെ പ്രവർത്തനത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഭസ്ത്രിക പ്രാണായാമം ചെയ്യുക എന്ന് ചെയ്ത് കാണിച്ചു തരാം. പിന്നീട് അതിൻ്റെ കാര്യങ്ങൾ പറയാം. ഇത് എത്ര തവണ ചെയ്യാൻ പറ്റുമോ അത്രയും തവണ ചെയ്യുക. കാരണം പിന്നെ പ്രാണായാമം നമ്മൾ ചെയ്യുമ്പോൾ നമുക്കത് നമ്മുടെ ശരീരത്തിൽ എഫക്റ്റ് ചെയ്യണം, മനസ്സിലാവും. ചെയ്യുന്ന കാര്യം, നമ്മൾ ശ്വാസം എടുത്തുകൊണ്ട് കൈ പൊക്കുക, എന്നിട്ട് കൈ മുഷ്ടി അവിടെ ചുരുട്ടുക. എന്താ ഒരു വസ്തുവിനെ നമ്മൾ ശക്തിയായി പിടിച്ചതായിരുന്ന പോലെ, എന്നിട്ട് ശക്തിയിൽ മൂക്കിലൂടെ ശ്വാസം വിട്ടുകൊണ്ട് കൈ താക്കുക. വശങ്ങളിലേക്ക് താക്കണം, മുന്നിലേക്ക് വരരുത്. ഇങ്ങനെയാണ്. അപ്പോൾ മുകളിലോട്ട് പൊക്കി മുറുക്ക പിടിക്കുക. ബലത്തിൽ എന്തോ ഒരു വസ്തുവിനെ പിടിച്ചതായിട്ട്, അത് വലിയ അങ്ങോട്ട് വലിവുള്ള ഒരു സാധനത്തെ പിടിച്ചതായിട്ട് തോന്നുന്ന പോലെ, എന്നിട്ട് സൈഡിലേക്ക് കൈ താക്കുന്നതോടെ ആ ശ്വാസം ശക്തിയായിട്ട് 2 മൂക്കിലേക്കൂടെ പുറത്തേക്ക് ഇടുക. ഇത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. നമ്മൾ കൈ മുകളിലോട്ട് കൊണ്ടുപോകുന്നു, അവിടുന്ന് താഴോട്ട് കൊണ്ടുവരുമ്പോൾ സൈഡിലേക്ക് വരുന്നു. നമ്മുടെ നെഞ്ചിൻ്റെ വാരിയെല്ലുകൾക്കാണ് വിരിവ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്വാസകോശത്തെ നമുക്ക് ശക്തിപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൽ പ്രാണായാമം. നോർമലി ഉള്ള രക്തത്തിലെ ഓക്സിജൻ്റെ അളവ് കൂടുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനത്തെ കൂടെ ശക്തിപ്പെടുത്തും. ഇതാണ് ഭസ്ത്രിക പ്രാണായാമം കൊണ്ട് കൂട്ടുന്ന ഗുണം. ഇത്രയും വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. അത് കാണും. കണ്ടിട്ട് അതിന് ഉചിതമായ മറുപടി നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ അതിനൊന്നും മടി കാണിക്കണ്ട. കാരണം എല്ലാവരും ചെയ്യുമ്പോൾ ചില സംശയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അതിന് മടി കാണിക്കുകയേ വേണ്ട. ചെയ്ത് നോക്കുക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇന്ന് ഇവിടെ നിർത്തുന്നു. ശരി, നമസ്തേ, നന്ദി.